അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് കേട്ടോ ഉള്ളത്. ഞാനിപ്പോൾ പോകുന്നത് ഡ്രൈവിംഗ് ക്ലാസ്സിനാണ്. എൻ്റെ വീട് കുറച്ച് ഉൾപ്രദേശത്തേക്കാണ് കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ ഒരു വനമേഖലയൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനെയൊന്നല്ല. വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ നടക്കാനുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം നടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ഷീണം പിടിക്കുന്നുണ്ടായിരുന്നു. വലിയൊരു കയറ്റം നടന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഈ പാറയ്ക്കാണ് കേട്ടോ. നിരന്ന സ്ഥലമാണ്, പ്രകൃതി ഭംഗിയിലും അത്യാവശ്യം മുമ്പിൽ തന്നെയാണ്. അപ്പോഴേക്കും എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. അതുകൊണ്ട് വേഗം ബസ് സ്റ്റോപ്പിലെത്തി. എത്തിയ പാടെ ബസ്സും കിട്ടി. ബസ്സിൽ നല്ല അടിപൊളി പാട്ടുകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ ആസ്വദിച്ച് ഞാൻ നേരെ മാതമംഗലത്തെത്തി. ഇതാണ് മാതമംഗലം. ഇവിടെയാണ് കേട്ടോ ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് വരുന്നത്. ദൈവം ഒരാൾക്ക് എല്ലാ കഴിവും കൊടുക്കില്ല എന്ന് പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. ഡ്രൈവിങ്ങിൻ്റെ സ്കില്ല് എനിക്ക് വളരെ കുറച്ച് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 തവണ ബൈക്കൊക്കെ ഉരുട്ടി കാലിലിട്ട് വളരെയധികം നിരാശയോടെയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഓണം ആവാനായത് നമ്മളെക്കാളും മുമ്പ് തന്നെ പ്രകൃതി മനസ്സിലാക്കി നന്നായിട്ട് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എള്ളുംപൂവ് കിട്ടിയ എല്ലാവരുടെയും പരിപാടി ഇതൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ മെല്ലെ വീട്ടിലെത്താറായി. അപ്പോഴത്തേക്കും ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.